ഹരേ കൃഷ്ണ. ഹനുമാനെ ശ്രീരാമദേവൻ അയോധ്യയിൽ അയക്കുന്ന കഥാഭാഗത്തിൻ്റെ അവസാന ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. എന്ത് തന്നാലും എത്ര തന്നാലും എനിക്ക് മതി വരില്ല എന്ന് ഹനുമാനോട് ഭരതൻ പറഞ്ഞു നിർത്തിയ കഥാഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത്. പ്രഭോ, അങ്ങനെയൊന്നും പറയരുത്. അങ്ങയെ ഈ വൃത്താന്തം അറിയിക്കേണ്ടത് ഒരു ദൂതൻ എന്ന നിലയിൽ എൻ്റെ കടമയാണ്. ഇത് ഹനുമാൻ പറയുകയാണ്. അതിന് ഞാനൊരു സമ്മാനം സ്വീകരിക്കുക പതിവില്ല. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭക്തനായ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് എത്തിച്ചേർന്നത്. ഇത് കേട്ടപ്പോൾ ഭരതൻ ചോദിച്ചു, ഹനുമാൻ, ജ്യേഷ്ഠൻ്റെ എല്ലാ വിവരങ്ങളും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങെല്ലാം വിശദമായി എന്നെ ധരിപ്പിച്ചാലും. ഭരതൻ്റെ സഹോദര സ്നേഹം കണ്ട് ഹനുമാന്റെ കണ്ണിൽ ആനന്ദബാഷ്പം നിറഞ്ഞു. ആഞ്ജനേയൻ ശ്രീരാമൻ്റെ വനയാത്ര മുതൽ രാവണനെ നിഗ്രഹിച്ചതുവരെയുള്ള ഓരോ സംഭവവും വിസ്തരിച്ച് കേൾപ്പിച്ചു. അതിനുശേഷം ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു. പ്രഭു, ശ്രീരാമസ്വാമി സീതാലക്ഷ്മണ സമേതം വിഭീഷണ സുഗ്രീവാദികളോടുകൂടി ഇപ്പോൾ ഭരദ്വാജാശ്രമത്തിലെത്തിയിട്ടുണ്ട്. നാളെ പുഷ്യനക്ഷത്ര യോഗമുള്ള ശോഭനമായ മുഹൂർത്തത്തിൽ തന്നെ അയോധ്യയിൽ പാദം ഊന്നുന്നതാണ്. ആ വാർത്ത കേട്ട് ഭരതൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ശ്രീരാമനും പരിവാരങ്ങളും ഭരദ്വാജാശ്രമത്തിൽ എത്തിയിരിക്കുന്ന വിവരം ഭരതൻ ശത്രുഘ്നനെ വിളിച്ചറിയിച്ചു. അനുജ, നമ്മുടെ ജ്യേഷ്ഠൻ നാളെ തന്നെ ഇവിടെ എത്തിച്ചേരും. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നമുക്ക് തയ്യാറാക്കണം. ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും പൂജകളും നടത്തണം. അയോധ്യാപുരവാസികൾ നാളെ ജ്യേഷ്ഠനെ എതിരേൽക്കാൻ തയ്യാറായി നിൽക്കണം. ഭരതൻ്റെ നിർദ്ദേശപ്രകാരം ശത്രുഘ്നൻ ശ്രീരാമൻ്റെ വരവേൽപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. അയോധ്യാപുരിയുടെ പ്രവേശനദ്വാരം മുതൽ കൊട്ടാരം വരെയുള്ള വീഥികൾ അലങ്കരിച്ചു. പുരവാസികൾ മംഗളവസ്തുക്കൾ കയ്യിലേന്തി ശ്രീരാമനെ എതിരേൽക്കാൻ തയ്യാറെടുത്തുകൊണ്ട് പുറപ്പെട്ടു. ഭരതൻ ശ്രീരാമപാദകങ്ങളും തലയിലേന്തി ശത്രുഘ്നോടുകൂടി യാത്രയായി. സജീവന്മാർ രാജകൊട്ടാരത്തിലെ സജ്ജീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. നേരത്തെ പറഞ്ഞിരുന്നതനുസരിച്ച് കൃത്യസമയത്ത് തന്നെ പുഷ്പക വിമാനമെത്തി. ജനങ്ങൾ വിജയാഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ആർത്തു വിളിച്ചു. വിമാനം പതുക്കെ പതുക്കെ താഴെ ഇറങ്ങി. ജനങ്ങൾ സന്തോഷഭരിതരായി സ്തുതിഗീതങ്ങൾ ആലപിച്ചു. ഭരതൻ ശ്രീരാമൻ്റെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. ഹരേ കൃഷ്ണ.